ദൈവനാമത്തിന് മഹത്വം. ചെയ്യുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ബൈബിളിൽ നിന്നും ചില ട്രിക്കി ചോദ്യങ്ങളാണ്. നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ബ്ലസ്സി. ആദ്യത്തെ ചോദ്യം: ഞാൻ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ. എൻ്റെ പേരിൽ ഒരു സ്ഥലം പ്രവചന പുസ്തകത്തിൽ കാണുവാൻ കഴിയും. എൻ്റെ പേരിൽ പൗലോസ് അപ്പോസ്തലന് ഒരു ചാർച്ചക്കാരനുണ്ട്. ഞാൻ ആര്? എൻ്റെ പേരിലുള്ള സ്ഥലമേത്? പൗലോസ് അപ്പോസ്തലൻ്റെ ചാർച്ചക്കാരൻ ആരാണ്? ഉത്തരം കണ്ടുപിടിക്കാൻ നിങ്ങൾക്കൊരു ശ്രമം നടത്താവുന്നതാണ്. ഞാൻ തന്നെ ഉത്തരം പറയാം. ഞാൻ യേശുവിൻ്റെ ശിഷ്യൻ പത്രോസ്. മർക്കോസ് 3:15. പ്രവചന പുസ്തകത്തിൽ കാണുന്ന സ്ഥലനാമം പത്രോസ്. ഇരമ്യാവ് 44:15. പൗലോസ് അപ്പോസ്തലന്റെ ചാർച്ചക്കാരൻ സൂസി പത്രോസ്. റോമർ 16:21. അടുത്ത ചോദ്യം: മലയാളത്തിലെ ഒരു മഹാകവിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു പട്ടണമാണ് ഞാൻ. എങ്കിൽ മഹാകവി ആര്? പട്ടണത്തിൻ്റെ പേര് എന്താണ്? വളരെ പ്രശസ്തനായ ഒരു കവിയാണ്. നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്കൊന്ന് കമൻ്റ് ചെയ്യാവുന്നതാണ്. ഉത്തരം പറയാം. മഹാകവി കുമാരനാശാൻ. പട്ടണം ആശാൻ. 1 ദിനവൃത്താന്തം 4:32. അടുത്ത ചോദ്യം: ഞാൻ പഴയ നിയമത്തിലെ ഒരു പ്രവാചകനായ എൻ്റെ പേരിൽ ഒരു ദ്വീപും ബൈബിളിൽ കാണാം. ഞാൻ ആര്? ദ്വീപിൻ്റെ പേര് എന്താണ്? ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിക്കുക. വലിയ പ്രവാചകന്മാരിൽ ഒരാളാണ്. ഉത്തരം കണ്ടെത്തിയാൽ കമൻ്റ് ചെയ്യുവാനായിട്ട് മറക്കരുത്. ഞാൻ തന്നെ ഉത്തരം പറയാം. ഉത്തരം: പഴയ നിയമത്തിലെ പ്രവാചകൻ എലീശ. 2 രാജാക്കന്മാർ 2:1. ദ്വീപിൻ്റെ പേര് എലീശ ദ്വീപ്. യെഹെസ്കേൽ 27:7. അടുത്ത ചോദ്യം: ഞാൻ 2 അക്ഷരമുള്ള ഒരു സ്ത്രീ. എൻ്റെ പേരിൽ ബൈബിളിൽ ഒരു അളവ് കാണാൻ കഴിയും. എൻ്റെ ഭർത്താവ് പൂർണ്ണമായി യഹോവയോട് പറ്റി നിന്ന വ്യക്തിയാണ്. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയല്ല, വെപ്പാട്ടിയാണ്. എൻ്റെ ഭർത്താവിൻ്റെ മറ്റൊരു വെപ്പാട്ടിയുടെ പേരും ഒരു യഹൂദ രാജാവിൻ്റെ അമ്മയുടെ പേരും ഒന്നാണ്. ഞാൻ ആര്? എൻ്റെ പേരിൽ ബൈബിളിൽ കാണുന്ന അളവേത്? എൻ്റെ ഭർത്താവ് ആര്? ഭർത്താവിൻ്റെ മറ്റൊരു വെപ്പാട്ടി ആര്? എൻ്റെ ഭർത്താവിൻ്റെ മറ്റൊരു വെപ്പാട്ടിയുടെ പേരുള്ള യഹൂദ രാജാവിൻ്റെ അമ്മയുടെ പേരെന്ത്? യഹൂദ രാജാവ് ആരാണ്? ഉത്തരം കണ്ടെത്തിയാൽ കമൻ്റ് ചെയ്യണേ. ഉത്തരം ഇതാണ്. ഞാൻ ഏഫ. 1 ദിനവൃത്താന്തം 2:46. എൻ്റെ പേരിൽ ബൈബിളിൽ കാണുന്ന അളവ് ഏഫ. പുറപ്പാട് 16:36. എൻ്റെ ഭർത്താവിൻ്റെ പേര് കാലേബ്. യോശുവ 14:8. 1 ദിനവൃത്താന്തം 2:46. എൻ്റെ ഭർത്താവിൻ്റെ മറ്റൊരു വെപ്പാട്ടി മയഖ. 1 ദിനവൃത്താന്തം 2:48. എൻ്റെ ഭർത്താവിൻ്റെ വെപ്പാട്ടിയുടെ പേരുള്ള യഹൂദ രാജാവിൻ്റെ അമ്മ മയഖ. 1 രാജാക്കന്മാർ 15:2. യഹൂദ രാജാവ് അബിയ. 1 രാജാക്കന്മാർ 15:1. അടുത്ത ചോദ്യം: ഞാനൊരു ഗിത്യൻ. എൻ്റെ പേരിന് 2 ഭാഗങ്ങളുണ്ട്. എൻ്റെ പേരിൻ്റെ ഒരു ഭാഗം ബൈബിളിൽ മറ്റൊരു വ്യക്തിയുടെ പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. യഹോവയുടെ ആലയത്തിൽ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു. കൂടാതെ യഹോവയുടെ ആലയത്തിൽ ഒരു പ്രത്യേക രാഗത്തിൽ ഒരു സംഗീതോപകരണം വായിക്കാൻ ഞാൻ നിയോഗിക്കപ്പെട്ടിരുന്നു. ആ സംഗീതോപകരണം കൂടാതെ മറ്റൊരു ഉപകരണവും ഞാൻ വായിച്ചിരുന്നു. എൻ്റെ സഹോദരന്മാരെ പറ്റിയുള്ള പരാമർശവും ബൈബിളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എൻ്റെ അതേ പേരുള്ള മറ്റൊരു വ്യക്തിയെയും നിങ്ങൾക്ക് വചനത്തിൽ കാണാൻ കഴിയും. ഞാൻ ആര്? എൻ്റെ പേരിൻ്റെ 2 ഭാഗങ്ങൾ ഏതെല്ലാം? എൻ്റെ പേരിൻ്റെ ഭാഗവുമായി ബന്ധമുള്ള വ്യക്തി ആര്? യഹോവയുടെ ആലയത്തിൽ ഞാൻ ചെയ്തിരുന്ന ജോലി എന്ത്? യഹോവയുടെ ആലയത്തിൽ ഞാൻ വായിച്ചിരുന്ന സംഗീതോപകരണങ്ങൾ ഏതെല്ലാം? ഞാൻ ഏത് രാഗത്തിലാണ് സംഗീതോപകരണം വായിച്ചത്? ആ രാഗം ഉപയോഗിച്ച് ഞാൻ വായിച്ച സംഗീതോപകരണം ഏത്? എനിക്ക് എത്ര സഹോദരന്മാരുണ്ട്? എൻ്റെ അതേ പേരുള്ള വ്യക്തിയുടെ പിതാവിൻ്റെ പേര് എന്താണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുവാൻ സാധിച്ചാൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ. ഉത്തരം ഇതാണ്. ഞാൻ ഓബേദേദോം. 2 ശമൂവേൽ 6:11. എൻ്റെ പേരിൻ്റെ 2 ഭാഗങ്ങൾ ഓബേദ് ഏദോം. 2 ശമൂവേൽ 6:11. എൻ്റെ പേരിൻ്റെ ഒരു ഭാഗവുമായി ബന്ധമുള്ള വ്യക്തി ഏശാവ്. ഏശാവിൻ്റെ മറ്റൊരു പേരാണ് ഏദോം. ഉൽപ്പത്തി 25:30. യഹോവയുടെ ആലയത്തിൽ ഞാൻ ചെയ്തിരുന്ന ജോലി പെട്ടകത്തിൻ്റെ വാതിൽ കാവൽക്കാരൻ. 1 ദിനവൃത്താന്തം 15:24.
യഹോവയുടെ ആലയത്തിൽ ഞാൻ വായിച്ചിരുന്ന സംഗീതോപകരണങ്ങൾ കിന്നരം, വീണ. ഞാൻ സംഗീതോപകരണം വായിച്ച രാഗം ശെമിനീത്ത് രാഗം. 1 ദിനവൃത്താന്തം 15:21, 1 ദിനവൃത്താന്തം 16:5. ആ രാഗം ശെമിനീത്ത് ഉപയോഗിച്ച് ഞാൻ വായിച്ച സംഗീതോപകരണം കിന്നരം. 1 ദിനവൃത്താന്തം 15:21. എൻ്റെ സഹോദരന്മാരുടെ എണ്ണം 68. 1 ദിനവൃത്താന്തം 16:38. എൻ്റെ അതേ പേരുള്ള വ്യക്തിയുടെ പിതാവിൻ്റെ പേര് യെദുഥൂൻ. 1 ദിനവൃത്താന്തം 16:38. അടുത്ത ചോദ്യം, ഞാനൊരു തെരുവ്, എൻ്റെ പേരിൽ ഒരു ഭക്ഷണ സാധനം ഒളിഞ്ഞിരിപ്പുണ്ട്. ഞാനൊരു പ്രവാചകനെ പോറ്റിയിട്ടുണ്ട്. എൻ്റെ പേരിൽ ഒരു ഉദ്യോഗസ്ഥനെയും ബൈബിളിൽ കാണാം. ഞാൻ ആര്? എൻ്റെ പേരിൽ ഒളിഞ്ഞിരിക്കുന്ന ഭക്ഷണം ഏത്? ഞാൻ പോറ്റിയ പ്രവാചകൻ ആര്? എൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? ഉത്തരം കണ്ടെത്തുവാനൊന്ന് ശ്രമിക്കണേ. ഉത്തരം ഇതാണ്. ഞാൻ അപ്പക്കാരുടെ തെരുവ്. യിരെമ്യാവ് 37:21. എൻ്റെ പേരിൽ ഒളിഞ്ഞിരിക്കുന്ന ഭക്ഷണം അപ്പം. ഞാൻ പോറ്റിയ പ്രവാചകൻ യിരെമ്യാവ്. 37:21. എൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഉദ്യോഗസ്ഥൻ അപ്പക്കാരുടെ പ്രമാണി. ഉൽപ്പത്തി 40:16. അടുത്ത ചോദ്യം, ഞാനൊരു വസ്തു, പുരുഷനും സ്ത്രീയും എല്ലാ ദിവസവും എന്നെ ഉപയോഗിക്കാറുണ്ട്. വചനത്തിൽ എന്നെ മനുഷ്യനും മൃഗങ്ങൾക്കും ആവശ്യമുള്ള സ്രോതസ്സുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അതേ നാമമുള്ള എന്നാൽ വ്യത്യസ്ത അർത്ഥമുള്ള ഒരു വാക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ കാണുവാൻ കഴിയും. ഞാൻ ആര്? വചനത്തിൽ എന്നെ ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുള്ള സ്രോതസ് ഏത്? എൻ്റെ അതേ നാമമുള്ള എന്നാൽ വ്യത്യസ്ത അർത്ഥമുള്ള ഇംഗ്ലീഷ് പദം ഏതാണ്? ഉത്തരം കണ്ടെത്തിയാൽ കമന്റ് ചെയ്യണേ. ഉത്തരം, ഞാൻ ചീപ്പ്. വചനത്തിൽ എന്നെ ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുള്ള സ്രോതസ് നദി. നഹും പ്രവചനം 2:6. എൻ്റെ അതേ നാമമുള്ള എന്നാൽ വ്യത്യസ്ത അർത്ഥമുള്ള ഇംഗ്ലീഷ് പദം ചീപ്പ്. അടുത്ത ചോദ്യം, ഞാനൊരു പക്ഷി. ഞാൻ അനുസരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റിയും എൻ്റെ ശബ്ദത്തെപ്പറ്റിയും വചനത്തിൽ കാണാം. ഞാൻ ആര്? ഞാൻ അനുസരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ത്? എൻ്റെ ശബ്ദത്തെപ്പറ്റി പരാമർശിച്ചിരിക്കുന്ന വചനം ഏതാണ്? ഉത്തരം കണ്ടെത്തിയാൽ കമന്റ് ചെയ്യണേ. ഉത്തരം, ഞാൻ കുറുപ്രാവ്. സങ്കീർത്തനം 74:19. ഞാൻ അനുസരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം മടങ്ങിവരവിനുള്ള സമയം. യിരെമ്യാവ് 8:7. എൻ്റെ ശബ്ദത്തെപ്പറ്റി പരാമർശിച്ചിരിക്കുന്ന വചനം ഉത്തമഗീതം 2:12. അടുത്ത ചോദ്യം, ഞാൻ ഒരു പുരുഷൻ. ദൈവം എനിക്കൊരു സ്ഥാനം നൽകിയതായി വചനത്തിൽ കാണാൻ കഴിയും. എൻ്റെ പേരിനുള്ളിൽ ബൈബിളിൽ കാണുന്ന മറ്റൊരു വ്യക്തിയുടെ മകൻ്റെ പേര് ഒളിഞ്ഞിരിപ്പുണ്ട്. ഞാൻ ആര്? ദൈവം എനിക്ക് നൽകിയ സ്ഥാനം എന്ത്? എൻ്റെ പേരിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വ്യക്തി ആര്? എൻ്റെ പേരിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ പിതാവ് ആരാണ്? ഉത്തരം കണ്ടെത്തിയാൽ കമന്റ് ചെയ്യണേ. ഉത്തരം, ഞാൻ അബ്രഹാം. ഉൽപ്പത്തി 17:5. ദൈവം എനിക്ക് നൽകിയ സ്ഥാനം ബഹുജാതികൾക്ക് പിതാവ്. ഉൽപ്പത്തി 17:5. എൻ്റെ പേരിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വ്യക്തി ഹാം. ഉൽപ്പത്തി 9:22. എൻ്റെ പേരിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ പിതാവ് നോഹ. ഉൽപ്പത്തി 9:18. അടുത്ത ചോദ്യം, ഞാനൊരു വിഷം. വചനത്തിൽ എൻ്റെ പേര് ഒറ്റ പ്രാവശ്യം മാത്രമേ കാണാൻ കഴിയൂ. പുരാണത്തിലും എന്നെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. വചനത്തിൽ എന്നെ ഒരു ഇഴജന്തുവിൻ്റെ പേരിനോട് ചേർത്താണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ പേരിനുള്ളിൽ ഒരു മൃഗവും ഒളിഞ്ഞിരിപ്പുണ്ട്. ഞാൻ ആര്? വചനത്തിൽ എന്നെ ചേർത്ത് പറഞ്ഞിരിക്കുന്ന ഇഴജന്തു ഏത്? എൻ്റെ പേരിൽ ഒളിഞ്ഞിരിക്കുന്ന മൃഗം ഏതാണ്? ഉത്തരം, ഞാൻ കാളകൂട വിഷം. വചനത്തിൽ എന്നെ ചേർത്ത് പറഞ്ഞിരിക്കുന്ന ഇഴജന്തു മൂർഖൻ. ആവർത്തനം 32:33. എൻ്റെ പേരിൽ ഒളിഞ്ഞിരിക്കുന്ന മൃഗം കാള. ഈ ചോദ്യങ്ങൾ ദൈവവചന പഠനത്തിനായിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. കൂടുതൽ ബൈബിൾ ക്വിസ് ചോദ്യങ്ങൾക്ക് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.